എല്ലാവർക്കും ബഡ്ഡിങ്ങിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് സ്വാഗതം. നമ്മൾ മാതൃവൃക്ഷം തിരഞ്ഞെടുത്ത ശേഷം അതിൽ നിന്ന് ബഡ് ചെയ്യാനുള്ള കമ്പുകൾ എങ്ങനെ ശേഖരിക്കാമെന്നാണ് ആദ്യമേ പറയുന്നത്. ഈ മാതൃവൃക്ഷത്തിൻ്റെ നല്ല വെയിലടിക്കുന്ന ഭാഗങ്ങളിലുള്ള ചെറിയ കമ്പുകളാണ് നമ്മൾ ബഡ് ചെയ്യുന്നതിന് വേണ്ടി മുകുളമെടുക്കാൻ ഉപയോഗിക്കുന്നത്. നല്ല വെയിലടിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് കമ്പുകൾ ശേഖരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം, വെയിലടിക്കാത്ത ഭാഗങ്ങളിലുള്ള കമ്പുകളിൽ ഫംഗൽ ഇൻഫെക്ഷൻസ്, അതുപോലെ പായൽ, ഇവയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കമ്പുകളിൽ നിന്ന് എടുക്കുന്ന മുകുളങ്ങൾ പിടിച്ചു കിട്ടാതെ ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് നമ്മൾ വെയിലടിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള കമ്പുകൾ എടുക്കണമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ വെയിലടിക്കുന്ന ഭാഗങ്ങളിലുള്ള കമ്പുകൾക്ക് മുളയ്ക്കാൻ, അതായത് പുതിയ മുകുളങ്ങൾ വരാനുള്ള ടെൻഡൻസി സ്വതവേ കൂടുതലാണ്. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ബഡ്ഡിങ് കൂടുതലും സക്സസ്ഫുള്ളായി കണ്ടിട്ടുള്ളത് അന്തരീക്ഷത്തിൽ ഈർപ്പത്തിൻ്റെ അംശം കുറവുള്ള സമയങ്ങളിലാണ്. ചൂട് വളരെ കൂടുതലുള്ള സമയത്തും അതേപോലെ ഈർപ്പം വളരെ കൂടുതലുള്ള സമയത്തും ബഡ്ഡിങ്ങിൻ്റെ സക്സസ് റേറ്റ് കുറഞ്ഞു കണ്ടിട്ടുണ്ട്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഈർപ്പത്തിൻ്റെ അംശം കുറഞ്ഞ് ചൂട് കുറഞ്ഞിരിക്കുന്ന നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ബഡ്ഡിങ്ങിൻ്റെ സക്സസ് റേറ്റ് നന്നേ കൂടുതലാണ്. അതേപോലെ തന്നെ നല്ല മഴയുള്ള സമയങ്ങളിൽ നമ്മൾ ബഡ്ഡിങ്ങിന് വേണ്ടി കമ്പുകൾ ശേഖരിച്ചാൽ അത് ആ കമ്പുകളിൽ പൂപ്പൽ അല്ലെങ്കിൽ ചെറിയ പായലിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ നമ്മൾ എടുക്കുന്ന റൂട്ട് സ്റ്റോക്കിലും ഇതേ അവസ്ഥയായിരിക്കും മഴക്കാലങ്ങളിൽ. അപ്പോൾ തുടർച്ചയായിട്ട് മഴയുള്ള സമയങ്ങളിൽ ബഡ്ഡിങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ മാതൃവൃക്ഷത്തിൽ നിന്ന് ശേഖരിച്ച കമ്പുകൾ അത് കട്ട് ചെയ്തെടുത്ത ഉടനെ നമുക്കതിൻ്റെ ഇലകൾ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഈ ഇലകളോട് കൂടി കമ്പുകൾ വച്ചിരുന്നാൽ ഇലകളിലൂടെ കമ്പുകളിലുള്ള ഈർപ്പം നഷ്ടപ്പെടുവാനും അങ്ങനെ കമ്പ് ഉണങ്ങിപ്പോകുവാനും സാധ്യതയുണ്ട്. അപ്പോൾ മരത്തിൽ നിന്ന് മുറിച്ചെടുത്ത ഉടനെ തന്നെ ഈ കമ്പിലെ ഇലഞ്ഞിട്ട് അല്പം നിർത്തി ആ ഇലകളെല്ലാം കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കട്ട് ചെയ്തെടുത്ത കമ്പുകൾ, ഇല കട്ട് ചെയ്തെടുത്ത കമ്പുകൾ നമുക്ക് 1-2 മണിക്കൂറിനുള്ളിൽ ബഡ്ഡിങ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇനി ഈ കമ്പുകൾ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ, ഇത് ഈർപ്പം നഷ്ടപ്പെടാതെ പൊതിഞ്ഞ് സൂക്ഷിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പറിൽ ഈ കമ്പുകൾ നന്നായിട്ട് പൊതിഞ്ഞ് ഈ ന്യൂസ് പേപ്പർ നന്നായി വെള്ളത്തിൽ കുതിർത്തെടുക്കണം. ഇത്തരത്തിൽ പേപ്പറിൽ പൊതിഞ്ഞ് ആ പേപ്പർ വെള്ളത്തിൽ കുതിർത്തെടുക്കുന്ന കമ്പുകൾ ഒരു പ്ലാസ്റ്റിക് കൂടിൽ പൊതിഞ്ഞെടുത്ത് തണലത്ത്, അതായത് ചൂടടിക്കാതെ വെയിലടിക്കാതെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 12 മണിക്കൂർ വരെയൊക്കെ ഈ കമ്പുകൾ നല്ല രീതിയിൽ ഈർപ്പം നഷ്ടപ്പെടാതെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ കമ്പുകൾ വാഹനങ്ങളിൽ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ബോക്സിൻ്റെ ഉള്ളിലൊക്കെ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചൂടാകാതെ ശ്രദ്ധിക്കണം. നമ്മൾ ഇങ്ങനെ പൊതിഞ്ഞു വച്ചിരിക്കുന്ന കമ്പ് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കമ്പുകളുടെ ആരോഗ്യം, മുകുളങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടാനും അതുവഴി അത് ബഡ്ഡിങ് ഫെയിലിയർ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന കമ്പുകൾ നന്നായി ചൂടടിക്കാതെ സൂക്ഷിച്ചാൽ നമുക്ക്
കുറച്ച് സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി നമുക്ക് ബഡ്ഡിങ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിച്ച കമ്പുകൾ നമ്മൾ ബഡ്ഡിങ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് പേപ്പറിൽ നിന്ന് പുറത്തെടുത്ത് നന്നായി കഴുകിയെടുക്കണം. അതിനുശേഷം ഈ കമ്പുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളം അത് നമുക്ക് കുടഞ്ഞു കളഞ്ഞിട്ട് ഈ കമ്പുകൾ തണലിൽ വെച്ച് ഉണക്കിയെടുക്കണം. ഒരു 10-15 മിനിറ്റ് തണലിൽ വെച്ചാൽ ഈ കമ്പുകളുടെ പുറമെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അധികമുള്ള ജലാംശം അത് ഉണങ്ങിക്കിട്ടും. അങ്ങനെയുള്ള കമ്പുകൾ നമുക്ക് ബഡ്ഡിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ബഡ്ഡിങ് ചെയ്യാൻ എടുക്കുന്ന കമ്പുകളുടെ മൂപ്പ് ബഡ്ഡിങ്ങിൻ്റെ സക്സസ് റേറ്റിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. പല മൂപ്പിലുള്ള കമ്പുകൾ ഞാനിവിടെ നിരത്തി വച്ചിട്ടുണ്ട്. അതിൽ ഇടതുവശത്തുള്ള കമ്പിന് ഏറ്റവും മൂപ്പ് കൂടുതലും ഏറ്റവും വലതുവശത്തുള്ള കമ്പ് ഒരു ഇളം കമ്പുമാണ്. അതായത് അത് പൊടിച്ചു വന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളതിൻ്റെ കളറ് നോക്കിക്കഴിഞ്ഞാൽ വലത്തേ അറ്റത്തുള്ള കമ്പിന് ഇളം പച്ച നിറവും ഏറ്റവും ഇടത്തേ അറ്റത്തുള്ള കമ്പിന് ഒരു ബ്രൗൺ കളറുമാണ് ഉള്ളത്. അപ്പോൾ കമ്പിൻ്റെ മൂപ്പ് കൂടുന്നതനുസരിച്ച് ഈ പച്ച നിറം കൂടുതൽ ഡാർക്കായി വന്നിട്ട് നല്ല ഒരു കടുത്ത പച്ച കളറിൽ വന്നിട്ട് ആ പച്ച കളർ പിന്നീട് ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറുകയാണ്. അത് പ്ലാവിനെ സംബന്ധിച്ച് ഇതാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലാവിൻ്റെ കമ്പുകളിലെ മൂപ്പ് ഏകദേശം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക കളർ നോക്കിയിട്ട്. അപ്പോൾ നമ്മൾക്ക് ബഡ് ചെയ്യാൻ എടുക്കുമ്പോൾ തീരെ ഇളം കമ്പുകളും ഒത്തിരി മൂത്ത കമ്പുകളും ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഏകദേശം നടുഭാഗത്തുള്ള നല്ല ഡാർക്ക്, അതായത് കരിമ്പച്ച എന്ന് പറയുക, നല്ല പച്ച കളറുള്ള കമ്പുകൾ തിരഞ്ഞെടുക്കണം. ഇങ്ങനെയുള്ള കമ്പുകളിലാണ് നല്ല കരുത്തോടെയുള്ള മുകുളങ്ങൾ, മുളച്ചു വരുന്ന മുകുളങ്ങൾ ഉണ്ടാവുക. ഇനി തിരഞ്ഞെടുത്ത കമ്പുകളിൽ നിന്ന് മുകുളം എങ്ങനെ അടർത്തിയെടുക്കാമെന്ന് നോക്കാം. നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത് കമ്പ് പരിശോധിക്കുകയാണെങ്കിൽ ആ കമ്പിൻ്റെ ഇലഞ്ഞെട്ട് ചേരുന്ന ഭാഗത്ത്, അതായത് ഇല ആ തണ്ടിനോട് ചേരുന്ന ഭാഗത്ത് ആണ് മുകുളങ്ങളുള്ളത്, മുളച്ചു വരുന്ന മുകുളങ്ങളുള്ളത്. ആ മുകുളത്തോട് ചേർന്ന് ഒരു ദീർഘചതുരാകൃതിയിൽ നമുക്കൊരു കഷ്ണം തോല് കട്ട് ചെയ്തെടുക്കണം ബഡ് ചെയ്യാൻ വേണ്ടി. ആ മുകുളത്തിൻ്റെ മുകളിൽ നിന്നും താഴെ നിന്ന് സൈഡിൽ നിന്ന് അല്പം മാറ്റി ദീർഘചതുരാകൃതിയിൽ ഒരു കഷ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ മുകുളത്തിൽ നിന്ന് മുകൾ ഭാഗത്ത് ഒരല്പം മാറി മുകൾ ഭാഗത്ത് നല്ല മൂർച്ചയുള്ള നമ്മുടെ ബഡ്ഡിങ് കത്തി കൊണ്ട് ആദ്യം ഒരു വരയുണ്ടാക്കുക. അതായത് ആ തോല് കട്ട് ചെയ്യുന്ന രീതിയിൽ മുറിവുണ്ടാക്കുക. അതേപോലെ തന്നെ താഴെ ഭാഗത്തും അതുപോലൊരു മുറിവുണ്ടാക്കുക. ഈ രണ്ട് മുറിവുകളെയും തമ്മിൽ യോജിപ്പിച്ച് നീളത്തിൽ ഒരു മുറിവ്, രണ്ട് സൈഡിലും ഓരോ മുറിവുകളുണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ നടുഭാഗത്തുള്ള ആ ഒരു ദീർഘചതുരാകൃതിയിലുള്ള ഒരു കഷ്ണം നമുക്ക് ഈ കമ്പിൽ നിന്ന് അടർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അടർത്തിയെടുക്കാൻ എളുപ്പത്തിന് ആദ്യം നീളത്തിലുണ്ടാക്കുന്ന മുറിവിൽ കത്തി ഉപയോഗിച്ച് തോല് അല്പം ഒന്ന് പൊക്കി കൊടുക്കുകയാണെങ്കിൽ, ഒന്ന് വിടിയിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മുകുളം എടുക്കാനായിട്ട് എളുപ്പമുണ്ട്. കത്തി വെച്ചിട്ട് നമ്മൾ ഒരു സൈഡിൽ വരയുമ്പോൾ ആ സൈഡിൽ നിന്ന് പതിയെ ഒന്ന് തോല് മാത്രം ഒന്ന് പൊക്കി കൊടുക്കണം, പിടിച്ചു കൊടുക്കണം. ഇങ്ങനെ കത്തി വെച്ച് അല്പം ഒന്ന് പൊക്കി പിടിച്ചു കൊടുത്താൽ ആ തോല് പൂർണ്ണമായിട്ടും ഒരു സൈഡ് കമ്പിൽ നിന്ന് വിട്ടു പോരുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം മുകുളത്തിൻ്റെ മുകളിൽ കത്തി കൊണ്ട് മുറിവുണ്ടാക്കുന്നു, താഴെയും മുറിവുണ്ടാക്കുന്നു. ഈ മുറിവുകൾ തമ്മിൽ യോജിപ്പിച്ച് ഒരു വശത്ത് നമ്മൾ കത്തി കൊണ്ട് മുറിവുണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ ആ തോല് അല്പം ഒന്ന് വിടിയിച്ച് കൊടുക്കുന്നു ആ സൈഡിൽ. അതിനുശേഷം മറുഭാഗത്തും നീളത്തിൽ മുറിവുണ്ടാക്കിയിട്ട് നമ്മുടെ ബാക്കിയുള്ള ഇലഞ്ഞെട്ടിൻ്റെ ഭാഗം അതിൽ പിടിച്ചിട്ട് ഒരു വശത്തേക്കൊന്ന് നന്നായി തിരിച്ചു കൊടുത്താൽ ഈ മുകുളം ആ തോലോട് കൂടി അടർന്നു പോരും. ഇനി നമ്മൾ എടുത്ത കമ്പുകൾ തോലടർത്തിയെടുക്കാൻ എളുപ്പമുള്ളവയാണോ എന്ന് നോക്കാം. ഇത് ശരിക്കും നമ്മൾ മരത്തിൽ നിന്ന് കമ്പുകൾ മുറിച്ചെടുക്കുന്നതിന് മുമ്പേ
ചെയ്തു നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കയ്യിലുള്ള കമ്പിൽ നമ്മുടെ നഖം ഉപയോഗിച്ച് ആ തോല് ഒന്ന് അടർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ ഇതേപോലെ രണ്ട് സൈഡും വിട്ടുപോരുന്നവയാണെങ്കിൽ അതിൻ്റെ അർത്ഥം തോല് പൊളിഞ്ഞു പോരാൻ ബുദ്ധിമുട്ടുള്ള കമ്പാണതെന്നാണ്. ചിലത് നമ്മൾ പൊളിച്ചു നോക്കുമ്പോൾ ഒരു സൈഡ് വിട്ടുപോരും, ഒരു സൈഡ് ആ കമ്പിൽ തന്നെ യോജിച്ചിരിക്കും. ഇങ്ങനെയുള്ള കമ്പുകളും ഒഴിവാക്കണം. ഇത് തോലിന് കനം കുറഞ്ഞ് ജലലഭ്യത കുറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്ന കമ്പുകൾക്ക് ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ നഖം വെച്ച് പൊളിക്കുമ്പോൾ വിട്ടുപോരുന്ന തോല് വിട്ടുപോരുന്ന കമ്പുകൾ നമുക്ക് ബഡ്ഡിങ്ങിന് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ തോല് പൊളിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ പൊളിച്ചെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകും. അത്തരം കമ്പുകൾ നമുക്ക് ഒഴിവാക്കാം. നമ്മൾ നഖം വെച്ച് പൊളിക്കുമ്പോൾ അത് തോല് വിട്ടുപോരാത്ത നീളത്തിൽ കമ്പിൽ തോല് കീറി വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ തോല് നല്ല കട്ടിയുള്ളതും എളുപ്പത്തിൽ വിട്ടുപോരുന്നതുമാണെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കമ്പുകൾ നമുക്ക് ബഡ്ഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ഇനി നമുക്ക് ബഡ് ചെയ്യാൻ വേണ്ടി ഈ കമ്പിൽ നിന്ന് മുകുളം എങ്ങനെ പൊളിച്ചെടുക്കാമെന്ന് നോക്കാം. ബഡ് ചെയ്യാനായി നമ്മൾ തിരഞ്ഞെടുത്ത കമ്പ് അതിൽ നല്ല മുകുളം നോക്കി തിരഞ്ഞെടുത്ത ശേഷം ആ മുകുളത്തിൻ്റെ താഴെ ഭാഗത്തും അതുപോലെ മുകുളത്തിൻ്റെ മുകൾ ഭാഗത്തും നമുക്ക് ആവശ്യമുള്ള നീളം നിർത്തിക്കൊണ്ട് ഓരോ മുറിവുകൾ ഉണ്ടാക്കുക. അങ്ങനെ മുറിവുണ്ടാക്കുമ്പോൾ ആ കമ്പ് മുറിഞ്ഞു പോകാതിരിക്കാൻ നോക്കണം. കമ്പിലുള്ള തോല് മാത്രം മുറിയത്തക്ക രീതിയിൽ അത്രയും ആഴത്തിൽ മുറിവുണ്ടാക്കുക. ഇതിന് ശേഷം ആ മുകുളത്തിൻ്റെ സൈഡിൽ നീളത്തിൽ നമുക്ക് മുറിവുകൾ ഉണ്ടാക്കാം. രണ്ട് സൈഡിലും നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മുറിവുകളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് നീളത്തിൽ മുറിവുകൾ ഉണ്ടാക്കാം. ഇങ്ങനെ മുറിവുണ്ടാക്കുമ്പോൾ കയ്യിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ കൈ മുറിയാതിരിക്കാൻ സൂക്ഷിക്കുക. ഇതിന് ശേഷം നമ്മൾ നീളത്തിലുണ്ടാക്കിയ മുറിവിൽ ഒരു സൈഡിലുള്ള മുറിവിൽ നമുക്ക് കത്തി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഫോഴ്സ് കൊടുത്ത് ആ തോലൊന്ന് വിടിവിച്ചെടുക്കുക. അങ്ങനെ വിടിച്ചെടുത്ത ശേഷം ആ കമ്പിൽ ബാക്കിയുള്ള ഇലഞ്ഞെട്ടിൻ്റെ ഭാഗവും നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന തോലിൻ്റെ ഭാഗവും കൂടി ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ തോല് വിടിയിച്ചെടുത്ത സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അടുത്ത വശത്തേക്ക് പതിയെ തിരിച്ചു കൊടുത്താൽ നമുക്ക് ആ മുകുളം അടർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു മുകുളം അടർത്തിയെടുത്തിട്ടുണ്ട്. ഈ മുകുളമാണ് നമ്മൾ ബഡ്ഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. നമ്മളാദ്യം മുകളിലും താഴെയും മുറിവുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അധികമുള്ള ഇലഞ്ഞെട്ടിൻ്റെ ഭാഗം ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം. അല്പം ഇലഞ്ഞെട്ടിൻ്റെ ഭാഗം അവിടെ നിർത്തണം. ഇത് ആ മുകുളം എടുക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ താഴെയും മുകളിലും മുറിവുകൾ ഉണ്ടാക്കുന്നു. ഇനി ആ മുറിവുകളെ തമ്മിൽ യോജിപ്പിച്ച് നീളത്തിൽ സൈഡിൽ കൂടെ മുറിവുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ആദ്യത്തെ മുറിവ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആ തോല് അപ്പോൾ തന്നെ കത്തി ഉപയോഗിച്ച് വിടിവിച്ചെടുക്കാം. ഇല്ലെങ്കിൽ അപ്പുറ സൈഡിലും മുറിവ് ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്ന് ഒരു സൈഡിൽ വിടിയിച്ചെടുത്താൽ എങ്ങനെയായാലും നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്കത് ഒരു സൈഡിലെ തോലൽപ്പം വിടിവിച്ച് കൊടുക്കണം. കത്തി ഉപയോഗിച്ച് തോലൽപ്പം ഒന്ന് വിടിയിച്ച് കൊടുക്കണം ഒരു സൈഡിൽ നിന്ന്. അതിനുശേഷം നമുക്ക് അടുത്ത സൈഡിൽ പോയി നീളത്തിൽ മുറിവുണ്ടാക്കിയിട്ട് തോല് പിടിച്ച സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് ഇപ്പോൾ വരയുന്ന സൈഡിലേക്ക് തോലും ഇലഞ്ഞെട്ടും ചേർത്ത് പിടിച്ച് പതിയെ തിരിച്ചു കൊടുത്താൽ അത് മുകുളം അടർന്നു പോരുന്നതാണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ മുകുളം അടർത്തിയെടുക്കുന്നത്. ഈ മുകുളം നമുക്ക് 4 വശവും ചെത്തി വൃത്തിയാക്കിയ ശേഷം നമുക്ക് ബഡ്ഡിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ മുകുളം അടർത്തിയെടുത്താൽ നമ്മൾ ഉടനെ തന്നെ അത് ബഡ്ഡിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കണം. അത് അധികം നേരം വെച്ചിട്ടിരിക്കാൻ പാടില്ല. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മുകുളത്തിൽ മുളയ്ക്കുന്ന ഒരു ചെറിയ അരി മുട്ട് പോലെ ഒരു അംശം ഉണ്ടാവും. അത് ഉണ്ടോ എന്ന് പരിശോധിക്കണം. അതില്ലെങ്കിൽ ബഡ് പിടിച്ചാൽ കൂടെ മുളച്ചു വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ബഡ് ചെയ്യുന്നതിന് മുമ്പ് അത് ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം ബഡ്ഡിങ് ചെയ്യാൻ. ഇനി നമുക്ക് ഇലഞ്ഞെട്ടില്ലാത്ത ഭാഗം, അങ്ങനെയുള്ള കമ്പുകളാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ നമുക്ക് ഇതെങ്ങനെ ഈ മുകുളം അടർത്തിയെടുക്കാമെന്ന് നോക്കാം. നമുക്കത് പിടിച്ച് തിരിക്കാനായിട്ട് ഇലഞ്ഞെട്ടിൻ്റെ ഭാഗം അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒന്ന്, നമ്മൾ നീളത്തിൽ ഉണ്ടാക്കുന്ന
മുറിവ് 2 സൈഡിലും തോല് കത്തി ഉപയോഗിച്ച് വിടിയിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ നമ്മൾ മുകുളം എടുക്കുമ്പോൾ നമ്മളെടുക്കുന്ന ആ മുകുളം അല്ലെങ്കിൽ ആ തോല് അതിന് 2 സൈഡിലും ചതവുണ്ടാകും. ഈ ചതവ് നമ്മൾ കത്തി ഉപയോഗിച്ച് ചെത്തി വൃത്തിയാക്കിയ ശേഷം മാത്രമേ ബഡ് ചെയ്യാൻ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചതഞ്ഞ് വരുന്നത് കൊണ്ട് നമുക്കത് ചെത്തിക്കളയാനുള്ള സൗകര്യത്തിന് അല്പം വീതി കൂട്ടി ഇങ്ങനെ ബഡ് എടുക്കുമ്പോൾ ആ തോലിന് അല്പം വീതി കൂട്ടി മുറിച്ചെടുത്താൽ നമുക്ക് കൃത്യമായിട്ടത് ചെത്തി വൃത്തിയാക്കി എടുക്കാൻ സാധിക്കും. ഇനി ഇത്തരത്തിലുള്ള മുകുളം എടുക്കുന്നതിന് വേറൊരു രീതി കൂടെ കാണിച്ചു തരാം. ഈ രീതിയിൽ നമ്മൾ മുകുളം എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ആ കമ്പിൽ ഉണ്ടാക്കുന്ന മുറിവിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. മുകുളത്തിൻ്റെ താഴെ ഭാഗത്തോ ഇല്ലെങ്കിൽ മുകൾ ഭാഗത്തോ ഉണ്ടാക്കുന്ന ഒരു മുറിവ് കൂർത്ത അഗ്രത്തോടു കൂടിയ ഒരു മുറിവായിരിക്കണം. ഈ ചിത്രത്തിൽ കാണുന്ന പോലൊരു മുറിവ് നമ്മൾ മുറിവിൻ്റെ മുകുളത്തിൻ്റെ താഴെ ഭാഗത്തോ മുകൾ ഭാഗത്തോ ഉണ്ടാക്കുക. അതിനുശേഷം ബാക്കിയുള്ള സൈഡിൽ ബാക്കിയുള്ള 3 വശങ്ങളിലും സാധാരണ പോലെ നമ്മൾ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് ഈ കൂർത്ത അഗ്രത്തിൽ നിന്നുള്ള തോൽ ഭാഗം അല്പം കത്തി ഉപയോഗിച്ച് അടർത്തിയെടുത്ത് അതിൽ നിന്ന് കത്തി ഉപയോഗിച്ച് മുകുളം കൃത്യമായി നമുക്ക് അടർത്തിയെടുക്കാൻ സാധിക്കും. ഞാനത് കാണിച്ചു തരാം. ഈ രീതി അല്പം പരിശീലനം ആവശ്യമുള്ള രീതിയാണ്. നന്നായി പരിചയമുള്ളവർക്ക് മാത്രം ആണിത് ഈ രീതിയിൽ ബഡ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. നല്ല പരിചയമില്ലാത്തവർ എടുക്കാൻ ശ്രമിച്ചാൽ ഇത് മുകുളം കേടുവന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂർത്ത അഗ്രത്തോടു കൂടിയ മുറിവാണ് ആദ്യം ഉണ്ടാക്കുന്നത്. മുകുളത്തിൻ്റെ മുകൾ ഭാഗത്ത് കൂർത്ത അഗ്രത്തോടും ഉള്ള മുറിവ് മുകൾ ഭാഗത്തുണ്ടാക്കി ആ മുറിവ് അങ്ങനെ തന്നെ നേരെ താഴത്തേക്ക് യോജിപ്പിക്കുകയാണ്. അതേപോലെ താഴെ നേരെയുള്ള മുറിവുണ്ടാക്കുന്നു. മുകൾ ഭാഗത്തുനിന്ന് സൈഡിൽ അടുത്ത മുറിവുണ്ടാക്കിയിട്ട് ആ കൂർത്ത അഗ്രഭാഗത്തുള്ള തോല് അല്പം കത്തി ഉപയോഗിച്ച് നമ്മൾ കമ്പിൽ നിന്ന് പിടിവിച്ചെടുക്കുകയാണ്. അങ്ങനെ പിടിവിച്ചെടുത്ത ശേഷം ആ തോല് കത്തിയിൽ വെച്ച് തോലിൻ്റെ മീതെ നമ്മുടെ വിരൽ വെച്ച് അമർത്തിയ ശേഷം നമുക്ക് വലിച്ചെടുത്താൽ ആ തോല് വലിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുകുളം അടർന്നു പോരുന്നതാണ്. കാണിച്ചു തരാം. കത്തി തോലിൻ്റെ അടിയിൽ വെച്ച് നമ്മുടെ വിരൽ വെച്ച് ആ തോലിൽ കത്തിയിൽ അമർത്തി പിടിക്കുക. നന്നായി അമർത്തി പിടിച്ച ശേഷം തോല് വലിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മുകുളം അടർന്ന് കിട്ടുന്നതാണ്. ഇങ്ങനെ കിട്ടുന്ന മുകുളത്തിൻ്റെ മുകൾ ഭാഗത്ത് നല്ല രീതിയിൽ ചതഞ്ഞ് ആ തോലിന് ക്ഷതം വന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മുകുളം ഇങ്ങനെ എടുക്കുമ്പോൾ നന്നായി നീളത്തിൽ മുറിവുകൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. ഈ ചതഞ്ഞിരിക്കുന്ന ഭാഗമെല്ലാം നമുക്ക് നന്നായി ചെത്തി വൃത്തിയാക്കി വേണം ഉപയോഗിക്കാനായിട്ട്. ചതഞ്ഞിരിക്കുന്ന ഭാഗവും അതോടൊപ്പം മുകുളത്തിൻ്റെ ബാക്കി 3 വശത്തുമുള്ള തോല് നമുക്ക് ചെത്തി വൃത്തിയാക്കണം. അതിനുശേഷം ഈ കിട്ടുന്ന മുകുളം നമുക്ക് ബഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, ഈ ഒരു സൈസിൽ ഷേപ്പിലുള്ള മുകുളമാണ് നമ്മൾ ബഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ബഡ്ഡിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെയും സംസാരിച്ചു കൊണ്ടിരുന്നത്. നമ്മളുടെ ബഡ്ഡിങ്ങിൻ്റെ സക്സസ് റേറ്റ് വളരെയധികം ആശ്രയിച്ചിരിക്കുന്ന ഒരു ഘടകമാണ് നമ്മൾ എങ്ങനെ ആ മുകുളം അടർത്തിയെടുക്കുന്നു എന്നുള്ളത്. മുകുളം വളരെ കൃത്യതയോടെ ആ മുകുളത്തിന് കേടുകൂടാതെ വേഗത്തിൽ അടർത്തിയെടുക്കാൻ സാധിക്കണം. ഞാൻ ബഡ്ഡിങ് തുടങ്ങി ആദ്യഘട്ടങ്ങളിൽ ഒട്ടും സക്സസ് റേറ്റ് ഇല്ലാതിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ വിലയേറിയൊരു ഉപദേശമാണ് മുകുളമെടുത്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. നമുക്കൊരു കമ്പ് കയ്യിൽ കിട്ടിയാൽ ഏത് സമയത്തും നമുക്കത് ചെയ്തു നോക്കാവുന്നൊരു കാര്യമാണ്. വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നൊരു കാര്യമാണ് ഈ മുകുളമെടുത്ത് നോക്കുക എന്നുള്ളത്. അത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ബഡ്ഡിങ്ങിനെ സംബന്ധിച്ച് ഈ മുകുളമെടുക്കുക എന്നുള്ളത്. അത് നന്നായി പ്രാക്ടീസ് ചെയ്ത ശേഷം നമുക്ക് ബഡ്ഡിങ്ങിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അടുത്ത വീഡിയോയിൽ നമ്മളെടുത്ത ഈ മുകുളം റൂട്ട് സ്റ്റോക്കിൽ എങ്ങനെ വച്ച് പിടിപ്പിക്കാം എന്നതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം.
അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.